പാല് തിളപ്പിച്ചിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇതേപോലെ നല്ലോണം പാട ഉണ്ടാവും. ആ പാടയൊക്കെ നമുക്ക് ഡപ്പിയിലാക്കി വെക്കാം. അങ്ങനെ കുറേ പാടയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിലൊന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് വെണ്ണ നന്നായിട്ട് കിട്ടുള്ളൂ. തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം. ഒരു 5 മിനിറ്റോളം നമുക്ക് അടിച്ചെടുക്കേണ്ടി വരും. നമുക്ക് എല്ലാം കൂടി അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എല്ലാ ദിവസവും നമ്മൾ ചായക്ക് മേടിക്കുന്ന പാലിൽ നിന്ന് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2-3 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അതും തണുത്ത വെള്ളം തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചട്ടിയിലിട്ട് ഒന്ന് തിളപ്പിക്കാം. ഈ വെണ്ണയൊക്കെ ഒന്ന് ഉരുകി നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് കലർപ്പില്ലാത്ത നെയ്യ് കടയിൽ നിന്ന് വാങ്ങിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ചായ ഉണ്ടാക്കുന്ന പാലിൽ നിന്ന് നമുക്ക് ചായ ഉണ്ടാക്കാം, നെയ്യും കിട്ടും. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. ഏതാണ്ട് 1 മാസം നമ്മൾ പാട കളക്ട് ചെയ്തിട്ട് 250 ഗ്രാം നെയ്യാണ് കിട്ടിയത്.